ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ എനിക്കറിയാം. ശോഭയുടെ തീവ്രവാദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ക്രിസ്തുമസ് സമയത്ത് സ്വന്തമായി ശോഭാ സുരേന്ദ്രൻ ഒരു ക്രിസ്തുമസ് ആശംസ മാതൃഭൂമി പത്രത്തിലിടുകയുണ്ടായി. അതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് മനസ്സിലാകാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനിത് പുറത്തു പറയാതിരുന്നിരുന്നെങ്കിൽ ഈ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസിന് ഈ ആലപ്പുഴ ജില്ലയിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തെ എനിക്കുണ്ടായ അതേ സമാനമായ അനുഭവത്തിൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തിയ സമയത്താണ് അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ സെക്രട്ടറി ആയിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന തലേ ദിവസം എല്ലാ നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടും എൻ്റെ ചേട്ടനെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതെ, ഇന്നലെ വളരെ വിഷമത്തോടു കൂടിയാണ് അത് കണ്ടത്. 30 വർഷക്കാലമായി ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് എൻ്റെ സമയവും പണവും ജീവിതവും ഒക്കെ ഇതിനു വേണ്ടി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കേട്ടത്. പക്ഷേ അത് എന്തിനാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെ അറിയിക്കാതെ പാർട്ടിയുടെ ഇതിനെതിരായിട്ട് ഈ ആലപ്പുഴ ജില്ലയിലും അതുപോലെ ഈ പ്രസ്ഥാനത്തിലുള്ള മൂല്യച്യുതിയെക്കുറിച്ചും ഈ ആലപ്പുഴയിലെ സംഭവങ്ങളെക്കുറിച്ചും എല്ലാം സംസ്ഥാന നേതാവിനും നാഷണൽ നേതാവിനും മോദിജിക്ക് വരെ ഞാൻ പല പ്രാവശ്യം പരാതി എഴുതി നൽകിയുണ്ടായിട്ടുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖറിന് തന്നെ 3ഓ 4ഓ പ്രാവശ്യം ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. എസ് സുരേഷിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇവരോടെല്ലാം ഈ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഇവരാരും ഇത് ചെവിക്കൊണ്ട ഭാവം നടിച്ചിട്ടില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രന് ഇത്ര ഭീകരമായ രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് പൊതുജനം അറിയണം. ഇല്ലെങ്കിൽ ഇത് പാർട്ടിയിൽ തന്നെ പറഞ്ഞാൽ ഇത് ഇത് ഒരു നടപടി ഉണ്ടാകത്തില്ല. ഞാൻ മാത്രമേ ഇത് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഞാൻ പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുക്കാൻ ഇടയായത്. അതുപോലെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു നടപടിയുമില്ല. പകരം പരാതി പറഞ്ഞ നിങ്ങൾക്കെതിരാണ് നടപടി എടുത്തിരിക്കുന്നത്. ആ പാർട്ടിയോടുള്ള ഒരു പ്രതിഷേധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരനൊന്ന് മനസ്സിലാക്കണം, ഈ പാർട്ടിയിൽ ശോഭാ സുരേന്ദ്രൻ എതിരെ ആരെങ്കിലും പറഞ്ഞതല്ല. ശോഭാ സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന സംസ്ഥാന സമിതി അംഗമായിരുന്ന ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ എന്നെ ഫോണിൽ വിളിച്ച് ഇത്രയധികം ഭീഷണി പറയുമ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് അവരെ ഭയമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി വേറെ പ്രസ്ഥാനത്തിൽ ചേർന്ന് ഞാൻ അങ്ങനെ അങ്ങ് ആയിക്കോളുമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ എനിക്കറിയാം. ശോഭയുടെ തീവ്രവാദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ക്രിസ്തുമസ് സമയത്ത് സ്വന്തമായി ശോഭാ സുരേന്ദ്രൻ ഒരു ക്രിസ്തുമസ് ആശംസ മാതൃഭൂമി പത്രത്തിലിടുകയുണ്ടായി. അതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് മനസ്സിലാകാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനിത് പുറത്തു പറയാതിരുന്നിരുന്നെങ്കിൽ ഈ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസിന് ഈ ആലപ്പുഴ ജില്ലയിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തെ എനിക്കുണ്ടായ അതേ സമാനമായ അനുഭവത്തിൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തിയ സമയത്താണ് അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ സെക്രട്ടറി ആയിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന തലേ ദിവസം എല്ലാ നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടും എൻ്റെ ചേട്ടനെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇത് അനുഭവം എനിക്കും ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മളെ ഒരു രക്തസാക്ഷിയാക്കി മാറ്റാൻ മാത്രമാണ് ഇവർ. ഇത് എനിക്കെതിരെ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ഇടുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഈ ചിറ്റപ്പന് വെച്ച ചട്ടി അച്ഛനുമുണ്ട്. ഈ പ്രസ്ഥാനം എന്തുമാത്രം ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന പഴയകാല പ്രവർത്തകരെല്ലാം തന്നെ ഇന്ന് നിരാശയിൽ കഴിയുകയാണ്. ഇന്നലെയാണ് എനിക്കത് മനസ്സിലായത്. എന്നെ ഫോണിൽ വിളിച്ച് പലരും ഇതേക്കുറിച്ച് വിഷമം പറയുകയുണ്ടായി. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇവർക്കായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുക? അതേക്കുറിച്ച് അതിനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയോ എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ചുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷണം നടത്തുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇടിക്കുമ്പോൾ കൂടെ സഹായിയായിട്ട് ഫോട്ടോഗ്രാഫറായിട്ടുമൊക്കെ കൂടെ നിന്ന ഒരു ജസ്റ്റിനുണ്ട്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. അതിൽ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെന്ന് അന്വേഷിക്കുമ്പോൾ ഈ രഞ്ജിത്ത് ശ്രീനിവാസിനെ തള്ളിവിടുകയായിരുന്നു എന്നാണ് പറയുന്നത്.
ഞാൻ പറഞ്ഞില്ലേ, അതേക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ് വിധിയും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് കൂടി അന്വേഷിക്കൂ. കൊല്ലപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ പാവത്തിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്വേഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ തുടരന്വേഷണം വേണം അല്ലെങ്കിൽ പുനരന്വേഷണം വേണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അതേക്കുറിച്ച് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ആരോപണം.